അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു രാത്രി വ്ളോഗാണ്. രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിൽ പോവാണ്. റിഹു കുറേ ദിവസമായി പറയണോ അല്ല ചിക്കനും പൊറോട്ടയും വേണമെന്ന് പറഞ്ഞു. ദിക്കാക്കൻ്റെ ഓഫീസിലെ വണ്ടിയാണ്. അവരിങ്ങനെ ഓഫീസിൽ നിന്ന് അങ്ങനെ കൊടുക്കുന്ന വണ്ടിയാണ്. സോ ഞങ്ങൾ അതിലാണ് പോയത്. ഇത് പഴയൊരു മാരുതി 800 ആണ്, പക്ഷേ സൂപ്പർ കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. അതിൽ നിന്ന് പുറത്ത് പോകണമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതാണ്. ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അതിനിടയിൽ ഇക്കാക്കൻ്റെ ഫേവറേറ്റ് സോങ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ട് ഏതൊക്കെയോ പാട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇക്കാക്ക പിന്നെ ഇങ്ങനെ BGM DJ ഒക്കെ ഉള്ള നല്ല പാട്ടുകളെ വയ്ക്കുള്ളൂ. എനിക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെലഡി സോങ്സ് വെക്കണം. പിന്നെ പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പെട്രോൾ അടിച്ചു. ഇത് കമ്പനി വണ്ടിയാണ്, നമ്മൾ പെട്രോൾ അടിക്കേണ്ട ആവശ്യം ശരിക്കില്ല, അവർ അടിച്ചു തരേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ അടിച്ചു. പിന്നെ അത് അവിടെ ഒരു വെറൈറ്റി വണ്ടി കണ്ടു. എനിക്കത് കണ്ടപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു കളർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് തോന്നിയതാണോ അതോ എനിക്കറിയില്ല. എനിക്കതെന്തോ നല്ല ഭംഗി തോന്നി. നല്ല ചെറിയ സെന്നാണ്, പക്ഷെ ഒരു നല്ലൊരു പിങ്ക് കളറ് കണ്ടു. നമ്മൾ പോണത് നെന്മാറയ്ക്കാണ് കേട്ടോ. നെന്മാറ എല്ലാവർക്കും അറിയാം. നെന്മാറ വേല നടക്കുന്ന സ്ഥലമല്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ നെന്മാറയ്ക്കാണ് പോണത്. സോ ഇതിപ്പോൾ നെന്മാറൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഇത് ഫോറസ്റ്റ് എന്ന് പറയും, അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ തട്ടുകടകൾ സ്റ്റാളുകളൊക്കെ പോലെയുള്ളതാണ്. നിറയെ ഉണ്ടായിരുന്നു, കുറേയൊന്നും കാണാനില്ല, എന്താണെന്നറിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഭയങ്കര സ്പീഡിൽ പോയി കാക്കാം. അതുകൊണ്ട് എനിക്ക് നേരെ ഒന്നും എടുക്കാനും പറ്റിയില്ല. രാത്രി ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. വീട്ടിൽ ഒന്നും വെക്കാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ നോക്കുമ്പോൾ നെന്മാറ അമ്പലമാണത്. അതിന് ചുറ്റും നേരെ വയസ്സായ കുറേ ആൾക്കാർ ഇരുന്ന് സംസാരിക്കണം. അവർക്കൊക്കെ നോക്കില്ല ഇപ്പോഴും ആ ഒരു സംസാരത്തിൻ്റെയും ആ ഒരു രാത്രി ഞങ്ങൾ 9 മണിയൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഒരു കട്ട് റോഡിൽ കൂടെ വന്ന് ഞങ്ങൾ പോകേണ്ട ഹോട്ടലെത്തി. നിറയെ പാർക്കിംഗ് ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. രാത്രി എത്ര പേരാണ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പുറത്ത് വരുന്നത്. സോ ഇക്കാക്ക പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിലിറങ്ങി ജസ്റ്റ് ആ വെളിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. ഞാൻ റിഹുവും കൂടി ആദ്യം നടന്നു. ഇതാണ് ഞങ്ങൾ കഴിക്കാൻ വന്ന ഹോട്ടൽ, ടിനി ഹോട്ടൽ. നെന്മാറയിൽ എല്ലാവർക്കും അറിയുന്നൊരു ഹോട്ടലാണ്. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. റിഹു ആദ്യം നേരെ പോയത് ഐസ്ക്രീമിൻ്റെ ചോട്ടിലേക്കാണ്. അവന് ഓരോ ഐസ്ക്രീം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ മെനു ഒക്കെ അവരവിടെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ലൊരു അടിപൊളി അക്വേറിയം ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ വന്നാൽ ഇതുപോലെ ഇങ്ങനെ നോക്കി നിൽക്കും. നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷസൊക്കെ ഉണ്ട്. നല്ല വലിയ അക്വേറിയമാണ്, വലിയ ഫിഷൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞങ്ങളവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫുഡ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടുത്തെ ഒരു ഇൻറ്റീരിയർ നോക്കിയത്. ഇക്കാക്ക് എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണം. ആന, മറ്റേ പന്തൽ, നെന്മാറ വേലയൊക്കെ ഫേമസ് അല്ലേ. സോ അതിൻ്റെ ബേസ്ഡായിട്ടുള്ള ആംബിയൻസാണ് അവരവിടെ തീർത്തി വെച്ചിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് ആദ്യം പ്ലേറ്റ് കൊണ്ടുവന്നു. ഇക്കാക്ക് ക്ഷമയില്ലാണ്ട് ഇക്കാക്ക അവിടെ ഇങ്ങനെ അച്ചാറിനെയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ പൊറോട്ടയും ചിക്കൻ 65 വന്നു. റിഹു ഭയങ്കര ഹാപ്പിയായി. അവൻ അതായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടതിന് ഞങ്ങളും കഴിച്ചതാണ്. സോ കറിയൊക്കെ ഒഴിച്ച് ഞാൻ ഒരു പൊറോട്ട എടുത്ത് കഴിച്ചു. ഇക്കാക്കി അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നു. എന്താ കഴിക്കലല്ലേ എൻ്റെ കഴിക്കൽ. ഞങ്ങളങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. റിഹു അവിടെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് താഴെ വീണു, അതിനെടുക്കാൻ പോയി. പിന്നെ ഇക്കാക്ക ഞങ്ങൾക്കൊരു ഐസ്ക്രീം 2 പിസ്ത ഫ്ലേവറുള്ളത് 2 ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഞങ്ങൾ കഴിച്ചു. ഇക്കാക്കി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്ലേറ്റൊക്കെ ഫുള്ള് കാലിയാക്കി. ബാക്കി 2 പൊറോട്ട ഉണ്ടായിരുന്നു, അതിനെ പാർസലാക്കി. പിന്നെ ഇക്കാക്കയുടെ വാപ്പാക്ക് 2 പൊറോട്ട പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനവിടെ കൈ കഴുകണ അവിടെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു.
ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസമൊക്കെ പുറത്ത് പോയി ഇങ്ങനെയൊക്കെ രാത്രി കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ആദ്യം തറവാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് പാപ്പാക്കുള്ള പാർസൽ അങ്ങോട്ട് കൊടുത്ത് അവിടെ നിന്ന് പോയിട്ട് വണ്ടി തിരിച്ചു. അവിടെ ഇക്കാക്കയുടെ ഉമ്മയുണ്ടായിരുന്നു, ഗേറ്റൊക്കെ തുറന്നു. പിന്നെ അവിടെ നിന്ന് വണ്ടി തിരിച്ചു. അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ തിരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.